നമസ്കാരം. നമ്മൾ പുതിയ SSCRTയുടെ കേട്ടോ 10ാം ക്ലാസ് പുതിയ SSCRT പാർട്ട് 2ലെ രണ്ടാമത്തെ ലെസൺ ആയിട്ടുള്ള സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം കേട്ടോ. സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം എന്ന ലെസൺ ആണ്. അതിൽ പാർട്ട് 1 എടുത്തു. ഇത് ബാലൻസ് ആണ്. പാർട്ട് 2 ആണ്. ഇനി വേറെ ഉണ്ട് പാർട്ട് 3 ആയിട്ട് അടുത്ത ക്ലാസ്സിലും കൂടിയിട്ട് എടുത്താലാണ് ഈ ഒരു ലെസൺ കഴിയുള്ളൂ. കാരണം അത്രയും വലിയ ക്ലാസ്സുമാണ്, പാഠമാണ്. അതിൽ ഒരുപാട് ഇന്ത്യൻ ഹിസ്റ്ററി ഭാഗത്തു നിന്നും എക്കണോമിക്സിന്റെ ഭാഗത്തു നിന്നും കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്തു നിന്നും ഒക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ 40 മാർക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ SSCRTകളൊക്കെ ഇങ്ങോട്ട് അരിച്ചു കളിക്ക് ഇങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞാൽ 5 മുതൽ 10 വരെ SSCRT സോഷ്യൽ സയൻസ് പഠിച്ചാൽ തന്നെ 5 to 10 ഫുൾ പുതിയതും പഴയതും പഠിച്ചു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനുള്ള 10 മാർക്ക്, കേരള ഹിസ്റ്ററി 10, ഇന്ത്യൻ ഹിസ്റ്ററി 10, എക്കണോമിക്സ് 10, 40 മാർക്ക് പ്രിലിംസിൽ കിട്ടും. അത് 100%. കാരണം ഇപ്രാവശ്യത്തെ പുതിയ ലെസണൊക്കെ എന്ന് പറഞ്ഞാൽ PSCക്ക് വേണ്ടിയിട്ട് സിലബസ് ഉണ്ടാക്കിയതാണോ എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും. കാരണം നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാകും. അപ്പോൾ ഇതിനു മുമ്പ് ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് അതൊക്കെ പഠിച്ച് സെറ്റാക്കി വെക്കുക. നന്നായിട്ട് റിവിഷനും ചെയ്യുക കേട്ടോ. ഇതിപ്പോ എക്കണോമിക്സിന്റെ ഭാഗത്ത് നിന്നുള്ളതാണ് അല്ലെ. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ വഴികൾ, ഇന്ത്യൻ പ്ലാനിങ് കമ്മീഷൻ ഒക്കെ പറയാറില്ലേ. അപ്പൊ ഈ എക്കണോമിക്സ് ആണെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ഹിസ്റ്ററി ആണെങ്കിലും കേരള ഹിസ്റ്ററി, ഇന്ത്യ ഹിസ്റ്ററി, ഇതൊക്കെ 40 മാർക്കോളം നിങ്ങൾക്ക് ഇതിന് ലഭിക്കും. 100% ഉറപ്പാണ്. കാരണം നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത് പ്രയോജനപ്പെടുത്തുക കേട്ടോ. നമുക്ക് നോക്കാം ഇന്ത്യൻ ആസൂത്രണത്തിന്റെ വഴികൾ എങ്ങനെയാണ്. ഈ ഒരു എത്രണ്ണമുണ്ട്? 7 എണ്ണം ഉണ്ട്. ഈ 7 എണ്ണവും നന്നായിട്ട് പഠിച്ചു മാറ്റുക. 1938 നിയോഗിച്ച ദേശീയ ആസൂത്രണ കമ്മിറ്റി ദേശീയ ആസൂത്രണ കമ്മിറ്റി 1938 എന്ത് ചെയ്തു? രൂപീകൃതമായി. 38 ആണ്. 38 കഴിഞ്ഞ് 44 തയ്യാറാക്കിയ ബോംബെ പ്ലാൻ. അതായത് ഇപ്പോ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ ആ ഒരു കാര്യത്തിലേക്ക് എത്താൻ പറ്റില്ല അല്ലെ. അതിന്റെ മുന്നോടിയായി ചെറുതായിട്ടൊന്ന് തുടങ്ങണം, വീണ്ടും അതിനേക്കാൾ ഒന്ന് വലുതായി തുടങ്ങണം. അങ്ങനെയായിരിക്കും അതിലേക്ക് എത്തിപ്പെടുക. അങ്ങനെയാണ് ഇന്ത്യൻ പ്ലാനിങ്ങില്, ഇന്ത്യൻ ആസൂത്രണത്തിന് 38 നിയോഗിച്ച ദേശീയ ആസൂത്രണ കമ്മിറ്റിയും പിന്നീട് 44 തയ്യാറാക്കിയ ബോംബെ പ്ലാനും ഇന്ത്യയുടെ ഭാവി സമ്പദ് വ്യവസ്ഥയെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ച MN റോയിയുടെ ജനകീയ പദ്ധതിയും. പഠിക്കണേ, പീപ്പിൾസ് പ്ലാൻ പഠിക്കണേ, ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ്. MN റോയിയുടേതാണ് ജനകീയ പദ്ധതി. പിന്നീട് ഗാന്ധിയൻ ആശയങ്ങളിൽ അധിഷ്ഠിതമായ JC കുമരപ്പയുടെ പദ്ധതിയും പിന്നീട് നെഹ്റു അധ്യക്ഷനായ 1950 മാർച്ച് 15 നിയമിച്ച ദേശീയ ആസൂത്രണ കമ്മീഷനും നെഹ്റു അധ്യക്ഷനായി 50 മാർച്ച് 15 കേട്ടോ. പിന്നെ 1951 മുതൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതികൾ, പിന്നീട് 2015 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ ഭാഗമായി വന്ന നീതി ആയോഗ്. ഇങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയില് ഒരു ഇന്ത്യൻ ആസൂത്രണത്തിന്റെ നാൾ വഴികൾ എന്ന് പറയുന്നത്. അപ്പൊ 38 ദേശീയ ആസൂത്രണ കമ്മിറ്റി, 44 ബോംബെ പ്ലാന്, പിന്നെ ഏതാണ് പഠിച്ചത്? MN റോയിയുടെ ജനകീയ പദ്ധതി, പിന്നെയോ ഗാന്ധിയൻ ആശയങ്ങളിൽ അധിഷ്ഠിതമായ JC കുമരപ്പയുടെ പദ്ധതി. നെഹ്റു അധ്യക്ഷനായ 50 മാർച്ച് 15 നിയമിച്ച ദേശീയ ആസൂത്രണ കമ്മീഷൻ, 51 മുതൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി, 2015 നിലവിൽ വന്ന നീതി ആയോഗ്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ബ്രിട്ടീഷ് ഭരണത്തിന്റെ ഫലമായി തകർന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ പുനരുദ്ധരിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ കത്തിൽ സൂചിപ്പിക്കുന്നത്. നോക്കൂ, 47 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചുവെങ്കിലും ഇന്ത്യക്ക് പരിഹരിക്കപ്പെടേണ്ടിയിരുന്ന നിരവധി സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവ എങ്ങനെയാണ് തരണം ചെയ്തതെന്ന് നോക്കാം അല്ലെ. സോവിയറ്റ് യൂണിയന്റെ വെരി ഇമ്പോർട്ടന്റ് ആണ് സാമ്പത്തിക ആസൂത്രണ മാതൃകയിൽ ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കാൻ നെഹ്റു മുൻകൈയെടുത്തു. അപ്പൊ നമ്മുടെ ഇന്ത്യയില് പഞ്ചവത്സര പദ്ധതികൾ ഏത് രാജ്യത്തിന്റെ മാതൃകയിലാണ് രൂപീകരിച്ചിരിക്കുന്നത്? സോവിയറ്റ് യൂണിയൻ, ഇന്നത്തെ റഷ്യ അല്ലേ. അപ്പൊ സോവിയറ്റ് യൂണിയന്റെ മാതൃകയിലാണ് നെഹ്റു ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കാൻ മുൻകൈയെടുത്തത്. എപ്പോഴാണ് ആസൂത്രണ കമ്മീഷൻ നമ്മൾ പറഞ്ഞത്? 1950 മാർച്ച് 15. തൽഫലമായി സ്വതന്ത്രാനന്തര ഇന്ത്യ പൊതുമേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്, ഒരു മിക്സഡ് എക്കണോമിയാണ് നമ്മുടെ ഇന്ത്യ കൈക്കൊണ്ടത് അല്ലെ. അപ്പൊ ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണം
ഉള്ള രീതിയിലായിരുന്നു പൊതുമേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്ന മിശ്ര സമ്പദ് വ്യവസ്ഥ. വെരി 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 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ പിന്തുടർന്നത്. സ്വതന്ത്ര ഇന്ത്യയുടെ പ്രധാന പ്രശ്നം ഭക്ഷ്യ ദൗർലഭ്യവും ദാരിദ്ര്യവുമായിരുന്നു. ഇതിനെ എന്താണ് മറികടക്കണം അല്ലേ? അപ്പൊ ഇത് മറികടക്കാൻ വേണ്ടിയിട്ട് സ്വതന്ത്ര ഇന്ത്യയുടെ പ്രധാന പ്രശ്നങ്ങൾ ഭക്ഷ്യ ദൗർലഭ്യവും ദാരിദ്ര്യവുമായിരുന്നു. ഇതിനെ മറികടക്കുന്നതിനാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാർഷിക വികസനത്തിന് ഊന്നൽ നൽകിയത്. നമ്മൾ എപ്പോഴും പഠിക്കും ഒന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് എന്തിനെ എന്ന് പറയാറുണ്ട് അല്ലേ? എന്തിനാണ് ഊന്നൽ നൽകിയത്? കാർഷിക വികസനത്തിനാണ് അല്ലേ? കാർഷിക വികസനത്തിനാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ഉള്ളത്. അതായത് 12 പഞ്ചവത്സര പദ്ധതികളാണ് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. 5 വർഷം നടപ്പിലാക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യും? ആരായും. അങ്ങനെ 12 അല്ലേ? 12 പഞ്ചവത്സര പദ്ധതി പറയുമ്പോൾ 5 വർഷം 5 വർഷം 5 വർഷം ഓരോന്നും ഇല്ലേ? അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ പിന്നീട് ആസൂത്രണ കമ്മീഷൻ വേണ്ട എന്നൊരു നിഗമനത്തിലെത്തുകയും നീതി ആയോഗിലേക്ക് എന്താണ് അതിലെത്തുകയും ചെയ്യുകയാണ് അല്ലെ? ആസൂത്രണ കമ്മീഷന് പകരം വന്നതാണ് 2015 നീതി ആയോഗ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാർഷിക വികസനത്തിന് ഊന്നൽ നൽകി. കാരണം എന്താ? നമ്മുടെ ഇന്ത്യ ഭക്ഷ്യ ദൗർലഭ്യം കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും പൊറുതിമുട്ടുന്ന സമയത്താണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി 1 ഇയർ പ്ലാൻ എന്ത് ചെയ്യുന്നത്? 5 ഇയർ പ്ലാൻ എന്ത് ചെയ്യുന്നത്? കാർഷിക വികസനത്തിന് ഊന്നൽ നൽകുന്നത്. കാർഷിക വ്യാവസായിക മേഖലകളുടെ അഭിവൃദ്ധിക്കായി ജലസേചന സൗകര്യവും പഠിക്കണേ, ഞാൻ അണ്ടർലൈൻ ചെയ്യാം. ജലസേചന സൗകര്യവും ഊർജ ഉൽപാദനവും ആവശ്യമായിരുന്നു. അതിനായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അണക്കെട്ടുകൾ നിർമ്മിക്കാൻ ആരംഭിച്ചു. അപ്പൊ വലിയ വലിയ അണക്കെട്ടുകൾ നിർമ്മിക്കാൻ പ്ലാൻ ചെയ്ത പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതി. സത്ലജ് നദിയിലെ ബക്രാനങ്കൽ, അപ്പൊ ബക്രാനങ്കൽ അണക്കെട്ട് ഏതിലാണ്? സത്ലജ് നദിയില്. ദാമോദർ നദീതട പദ്ധതി, അത് ദാമോദർ തന്നെയാണ്. ഹിരാക്കുഡ് മഹാനദിയിലാണ്. എന്നിവ ഇക്കാലത്ത് നിർമ്മിച്ച പ്രധാനപ്പെട്ട നദീതട പദ്ധതികളാണ്. ഓക്കെയാണോ? അപ്പൊ ഒന്നാം പഞ്ചവത്സര പദ്ധതി എപ്പോഴാണ് ആരംഭിക്കുന്നത്? ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951 ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു. കാർഷിക വ്യാവസായിക മേഖലകളുടെ അഭിവൃദ്ധിക്കായിട്ടാണ് അല്ലെ? കാർഷിക വികസനമായിരുന്നു എന്ത് ചെയ്തത്? ലക്ഷ്യം. ഈ പഞ്ചവത്സര പദ്ധതി കാലത്താണ് അണക്കെട്ടുകളുടെ നിർമ്മാണം തുടങ്ങിയത്. ഹിരാക്കുഡ് അണക്കെട്ട് ഏതിലാ നദിയിലാ? മഹാനദി. ബക്രാനങ്കലോ? സത്ലജ്. ദാമോദർ നദീതട പദ്ധതി ദാമോദറില്. അങ്ങനെ ഒന്നാം പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞു. സാമ്പത്തിക വികസനം ഉറപ്പുവരുത്തുന്നതിനും തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനും വേണ്ടി അടുത്തത് ഫസ്റ്റത്തെ നമ്മൾ ദാരിദ്ര്യവും ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി കാർഷികം കൊണ്ടുവന്നപ്പോ രണ്ടാമത്തത് തൊഴിലില്ലായ്മ പരിഹരിക്കാനായിട്ട് രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകി. വ്യവസായ വികസനത്തിനായിരുന്നു രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. അപ്പൊ രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്തിന് പ്രാധാന്യം കൊടുത്തു? വ്യവസായത്തിന് പ്രാധാന്യം കൊടുത്തു. വെരി ഇമ്പോർട്ടന്റ് ആണ്. പൊതുമേഖലയെ ശക്തിപ്പെടുത്തിക്കൊണ്ടുള്ള രാജ്യ പുരോഗതിയാണ് പഞ്ചവത്സര പദ്ധതികളിലൂടെ ഇന്ത്യ ലക്ഷ്യം വെച്ചത്. വിദേശ രാജ്യങ്ങളുടെ സാമ്പത്തിക സാങ്കേതിക സഹായത്തോടു കൂടി പൊതുമേഖലയിൽ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ആരംഭിച്ചു. അപ്പൊ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതി. വ്യവസായത്തിന് പ്രാധാന്യം കൊടുത്ത പഞ്ചവത്സര പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതി. ഇതോടെ ഒരു ഇത് നോക്കിക്കേ. ഇത് പ്രീവിയസ് ആയിട്ട് ഒരുപാട് പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അണക്കെട്ടുകൾ ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രങ്ങളാണ് എന്ന് പറഞ്ഞത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. അണക്കെട്ടുകൾ ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രങ്ങളാണ് എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു 1959 വെരി ഇമ്പോർട്ടന്റ് ആണ്. ദാമോദർ നദിയിലെ പാഞ്ചേത്ത് അണക്കെട്ട്, അതായത് ഇന്നത്തെ ജാർഖണ്ഡ് കേട്ടോ, സാന്താൾ ഗോത്രവർഗക്കാരിയായ ബുദിനി മിജ്ഹാനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നത്. ചിലപ്പോൾ നാളത്തെ ചോദ്യം വരും. ദാമോദർ നദിയിലെ പാഞ്ചേത്ത് അണക്കെട്ട് ഉദ്ഘാടനം ചെയ്ത ഗോത്രവർഗക്കാരി ആരാണ്? ബുദിനി മിജ്ഹാനെ. അങ്ങനെ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ആരംഭിച്ചു അല്ലെ? രണ്ടാം പഞ്ചവത്സര പദ്ധതിയില് വ്യവസായത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്. ഏതൊക്കെയാണ് വ്യവസായശാലകൾ? റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാല. ജർമ്മനിയുടെ സഹായത്തോടു കൂടി അല്ലേ? അപ്പൊ റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാല ജർമ്മനിയുടെ സാമ്പത്തിക സഹായത്തോടു കൂടിയിട്ട് ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത്. റൂർക്കേല, ഒഡീഷ, ജർമ്മനി. അടുത്തത് ബിലായി ഇരുമ്പുരുക്ക് ശാല. ബിലായി സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടു കൂടിയിട്ട് ഛത്തീസ്ഗഡിലാണ് അല്ലെ?
അടുത്തത് ദുർഗാപൂർ ഇരുമ്പുരുക്ക് വ്യവസായശാല. ദുർഗാപൂര് യുണൈറ്റഡ് കിങ്ഡം ലെ ബ്രിട്ടന്റെ UK ബ്രിട്ടന്റെ സഹായത്തോട് കൂടിയിട്ട് പശ്ചിമ ബംഗാളിലാണ്. ബൊക്കാറോ ഇരുമ്പുരുക്ക് വ്യവസായശാല അതും സോവിയറ്റ് യൂണിയന്റെ സഹായത്തോട് കൂടി ജാർഖണ്ഡിലാണ്. അപ്പൊ സോവിയറ്റ് യൂണിയന്റെ സഹായത്തോട് കൂടിയിട്ട് രണ്ടെണ്ണം വന്നു, ബിലായും ബൊക്കാറോയും ട്ടോ. ബ എന്ന അക്ഷരം വരുന്ന, നമ്മളിപ്പോ ബ എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ബായാന്നൊന്നും പറയില്ല, പൊതുവെ ബ എന്നല്ലേ പറയാ. അപ്പൊ ഈ ബ എന്ന അക്ഷരത്തോടു കൂടി വരുന്ന രണ്ടെണ്ണം സോവിയറ്റ് യൂണിയന്റെ സഹായത്തോട് കൂടിയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതിൽ ബിലായി വന്നിട്ട് ഛത്തീസ്ഗഡിലും ബൊക്കാറോ വന്നിട്ട് ജാർഖണ്ഡിലുമാണ്. റൂർക്കേല ജർമ്മനിയുടെ സഹായത്തോട് കൂടിയിട്ടും ദുർഗാപൂര് ബ്രിട്ടന്റെ സഹായത്തോട് കൂടിയിട്ടുമാണ് എന്ത് ചെയ്തത്, നിലവിൽ വന്നത് കേട്ടോ. തുടർന്നുള്ള പദ്ധതികളിൽ മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണ് ദാരിദ്ര്യ നിർമാർജനം വരുന്നത് അല്ലെ. അതേപോലെ ഭക്ഷ്യ സ്വയം പര്യാപ്തത അല്ലെ. ആ സമയത്താണ് ഹരിത വിപ്ലവം ആരംഭിക്കുന്നത് അല്ലെ. ഓർമ്മയുണ്ടോ കൂട്ടുകാർക്ക്? ഓർമ്മയുണ്ടോ ഈ അടുത്ത് നടന്ന പ്രിലിംസ് എക്സാമിന് ക്വസ്റ്റ്യൻ വന്നത് എവിടെ നിന്നാണ് എന്നുള്ളത്? ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞു കണ്ടോ. ദാരിദ്ര്യ നിർമാർജനവും ഭക്ഷ്യ സ്വയം പര്യാപ്തതയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പഞ്ചവത്സര പദ്ധതി ഏത് എന്ന് ചോദിച്ചു. മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. വിദ്യാഭ്യാസം, ഊർജോത്പാദനം എന്നീ മേഖലകൾക്കാണ് ഊന്നൽ നൽകിയത്. പഠിച്ചോ ചിലപ്പോ അതിൽ ഓപ്ഷനിൽ വിദ്യാഭ്യാസം ഊർജോത്പാദനം കണ്ടു കഴിഞ്ഞാൽ ഇത് അതിലില്ലാലോ, സ്റ്റേറ്റ്മെന്റ് തെറ്റാണല്ലോ എന്ന് നമ്മൾ സ്വയം വിലയിരുത്തും. അങ്ങനെ ഇരുത്തരുത്. മൂന്നാം പഞ്ചവത്സര പദ്ധതി ദാരിദ്ര്യ നിർമാർജനം, ഭക്ഷ്യ സ്വയം പര്യാപ്തത, വിദ്യാഭ്യാസം, ഊർജോത്പാദനം എന്നീ മേഖലകൾക്കാണ് ഊന്നൽ നൽകിയത്. ഓക്കെ. ദാരിദ്ര്യ നിർമാർജനം, ഭക്ഷ്യ സ്വയം പര്യാപ്തത ഇതൊക്കെ ഏതാണ്? മൂന്നാം പഞ്ചവത്സര പദ്ധതികളാണ് അല്ലെ. തുടർന്നുള്ള പദ്ധതികളിലാണ് വിദ്യാഭ്യാസവും ഊർജോത്പാദനവും മേഖലകൾക്ക് ഊന്നൽ നൽകിയത്. പിന്നീട് ഭൂപരിഷ്കരണം, കൃഷി, ബാങ്കിങ് എന്നീ രംഗങ്ങളിലും സ്വതന്ത്ര ഇന്ത്യയിൽ ശ്രദ്ധേയമായിട്ടുള്ള മാറ്റങ്ങൾ. ഇനി ഭൂപരിഷ്കരണം എന്താന്ന് നോക്കാം. ലാൻഡ് റിഫോംസ്. സ്വതന്ത്ര ഇന്ത്യയിൽ കാർഷിക രംഗത്ത് ശ്രദ്ധേയമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച നടപടിയായിരുന്നു ഭൂപരിഷ്കരണം. വ്യക്തികൾക്ക് കൈവശം വെക്കാവുന്ന ഭൂമിയുടെ പരിധി നിശ്ചയിക്കുക എന്നതായിരുന്നു ഭൂപരിഷ്കരണം കൊണ്ട് ലക്ഷ്യമിട്ടത്. അപ്പൊ നിങ്ങൾ ഒരാളുടെ കയ്യിൽ 1 ഏക്കർ ഭൂമിയെ വെക്കാൻ പാടുള്ളൂ എങ്കിൽ 1 ഏക്കർ മാത്രമേ വെക്കാൻ പാടുള്ളൂ. അതിനപ്പുറം ഭൂമി ഉണ്ടെങ്കിൽ അത് സാധാരണക്കാർക്ക് കൊടുക്കുന്ന രീതി അതായിരുന്നു. അപ്പൊ ഒരാളിൽ മാത്രം എന്താകില്ല, ഭൂമി നിക്ഷിപ്തമാകില്ല അല്ലെ. അല്ലെങ്കിൽ എന്താണ്, പണമുള്ളവൻ മാത്രം ഒരുപാട് ഭൂമികൾ വാങ്ങിച്ചു കൂട്ടുകയും ഇല്ലാത്തവൻ ഒന്നും ഇല്ലാത്ത അവസ്ഥയാവും. അപ്പൊ അതിനുകൊണ്ട് ഭൂപരിധി നിശ്ചയിച്ചുകൊണ്ട് ഭൂപരിഷ്കരണം കൊണ്ടുവന്നു. സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ ഭൂപരിഷ്കരണം എന്ന ആശയം രൂപപ്പെട്ടിരുന്നു. നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ കൂടിയ ഒരു കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം സാമ്പത്തിക വികസനം ലക്ഷ്യമാക്കി നെഹ്റുവിന്റെ അധ്യക്ഷതയിലാണ് സാമ്പത്തിക വികസനം ലക്ഷ്യമാക്കി JC കുമരപ്പിയുടെ നേതൃത്വത്തിൽ ഒരു കാർഷിക പരിഷ്കരണ കമ്മിറ്റിയെ നിയോഗിച്ചത്. കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഭൂ ഉടമകൾക്ക് കൈവശം വെക്കാവുന്ന ഭൂമിയുടെ പരിധി നിശ്ചയിച്ച് മിച്ച ഭൂമി പിടിച്ചെടുത്ത് ഭൂരഹിതരായ കർഷകർക്ക് വിതരണം ചെയ്തു. ഓക്കെയാണോ? അപ്പോ നെഹ്റു അധ്യക്ഷതയില് JC കുമരപ്പയുടെ നേതൃത്വത്തിൽ, മറക്കരുത് കേട്ടോ, JC കുമരപ്പയുടെ നേതൃത്വത്തിലാണ് ഒരു കാർഷിക പരിഷ്കരണ കമ്മിറ്റിയെ നിയോഗിച്ചത്. ഒക്കെ സ്റ്റേറ്റ്മെന്റ് കയറി വരും കേട്ടോ. ഇപ്പൊ അങ്ങനെ ചിലപ്പോ ഇരുന്ന് ഉറങ്ങി കാണുന്നുണ്ടാവും, അയ്യോ ഭൂപരിഷ്കരണം, അതാ കടന്നുറങ്ങി. ചിലപ്പോ ക്ലാസ് കഴിയുമ്പോഴായിരിക്കും കണ്ണ് എണിച്ചിട്ട്. അങ്ങനെ പഠിച്ചിട്ടൊന്നും കാര്യമില്ല. ഇരിക്കുന്ന സമയം നല്ല ഉഷാറായിട്ട് അങ്ങനെ ഇരുന്നു, ഉഷാറായിട്ട് ഇരിക്കുക. ഞാൻ ഭൂപരിഷ്കരണം ഇന്നത് പഠിച്ചു. ഭൂപരിഷ്കരണത്തിൽ നിന്നും SCERT എന്താണ് ഭൂപരിഷ്കരണം? വ്യക്തികൾക്ക് കൈവശം വെക്കാവുന്ന ഭൂമിയുടെ പരിധി നിശ്ചയിക്കുക. ഇതാണ് നമ്മുടെ SCERT ഭൂപരിഷ്കരണം ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഞാൻ അത് പഠിച്ചു. നെഹ്റു അധ്യക്ഷനായിട്ടുള്ള JC കുമരപ്പയുടെ നേതൃത്വത്തിലാണ് ഒരു കാർഷിക പരിഷ്കരണ കമ്മിറ്റി, അഗ്രേറിയൻ റിഫോംസ് കമ്മിറ്റിയെ നിയോഗിച്ചത്. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഭൂവുടമകൾക്ക് കൈവശം വെക്കാവുന്ന ഭൂമിയുടെ പരിധി നിശ്ചയിച്ച് മിച്ച ഭൂമി പിടിച്ചെടുത്ത് ഭൂരഹിതരായ കർഷകർക്ക് വിതരണം ചെയ്തു. ഇതാണ് ഞാൻ ഭൂപരിഷ്കരണത്തെ കുറിച്ചിട്ട് SCERT പഠിച്ചത്. തറോ ആയിരിക്കണം, മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെയായിരിക്കണം പഠിത്തം. ഇനി ഭൂദാൻ മൂവ്മെന്റ് നോക്കിക്കേ. നിയമനിർമ്മാണത്തിലൂടെ അല്ലാതെ ഭൂപരിഷ്കരണം നടപ്പിലാക്കുന്നതിനായി വിനോബ ഭാവെയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് ഭൂദാന പ്രസ്ഥാനം. ആചാര്യ വിനോബ ഭാവെയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് ഭൂദാന പ്രസ്ഥാനം. വിനോബ ഭാവെയും അനുയായികളും ഗ്രാമങ്ങൾ തോറും പദയാത്രകൾ നടത്തി വൻകിട ഭൂ ഉടമകളെ അവരുടെ കൈവശമുള്ള ഭൂമിയുടെ 1/6 ഭൂദാനമായി നൽകുന്നതിന് പ്രേരിപ്പിക്കുകയും അങ്ങനെ ലഭിച്ച ഭൂമി
ഭൂമി ഭൂരഹിതർക്ക് വിതരണം ചെയ്യുകയും ചെയ്തു. ഭൂപരിഷ്കരണ നിയമങ്ങൾ നിലവിൽ വന്നതോടെ ഭൂദാന പ്രസ്ഥാനത്തിന്റെ പ്രസക്തി കുറയുകയാണ് ചെയ്തത്. അപ്പൊ ഭൂദാന പ്രസ്ഥാനം കൊണ്ടുവന്നത് ആരാണ്? ആചാര്യ വിനോബ ഭാവെയാണ്. ആചാര്യ വിനോബ ഭാവെയുടെ കൂടെ അദ്ദേഹത്തിന്റെ അനുയായികൾ ചേർന്ന് ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച് ഒരുപാട് ഭൂമിയുള്ളവരെ കണ്ടെത്തുകയും ആ ഭൂമി എന്ത് ചെയ്യാണ്? വൻകിട ഭൂ ഉടമകളെ അവരുടെ കൈവശമുള്ള ഭൂമിയുടെ 1/6 ഭൂദാനമായിട്ടല്ലേ, ഭൂദാനമായി അതായത് ഭൂമി ദാനം, ഭൂദാനം എന്നെന്താ? ഭൂമി ദാനമായിട്ട് നൽകുക അല്ലെ, നൽകാനും പ്രേരിപ്പിച്ചു. അപ്പോഴേക്കാണ് അങ്ങനെ ലഭിച്ച ഭൂമി എന്ത് ചെയ്തു? ഭൂമി ഇല്ലാത്തവർക്കൊക്കെ ഈ ഭൂദാൻ മൂവ്മെന്റ് എന്ത് ചെയ്തു? തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. നല്ല നല്ല കാര്യങ്ങളാണ് ചെയ്തത്. അപ്പോഴേക്കാണ് നമ്മുടെ ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്നത്. അതുകൊണ്ട് ഭൂദാന പ്രസ്ഥാനം എന്ത് ചെയ്തു? അതിന്റെ പ്രസക്തി ഒന്ന് കുറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞു, ഭൂപരിഷ്കരണം കഴിഞ്ഞു. അങ്ങനെ ഭക്ഷ്യോൽപാദനം വിപ്ലവങ്ങളിലൂടെ ഹരിത വിപ്ലവത്തിലേക്കും ധവള വിപ്ലവത്തിലേക്കും എടുക്കുകയാണ് കേട്ടോ. ഭക്ഷ്യോൽപാദന മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ 1960 മുതൽ ഇന്ത്യ നടപ്പിലാക്കിയ പദ്ധതികൾ ഈ മേഖലയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അവയെ വിപ്ലവങ്ങൾ എന്ന് വിളിക്കുന്നു. അങ്ങനെ കുറെ വിപ്ലവങ്ങൾ വന്നു അല്ലെ. ഭക്ഷ്യോൽപാദനം വിപ്ലവങ്ങളിലൂടെ എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം, നീല വിപ്ലവം, ഗ്രേ വിപ്ലവം, ഹരിത വിപ്ലവം, ധവള വിപ്ലവം അല്ലെ. അങ്ങനെ ഓരോ പിങ്ക് റവല്യൂഷൻ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അങ്ങനെ ഓരോന്നും എന്താണെന്നൊക്കെ നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ. റെഡ് റവല്യൂഷൻ ഒക്കെ നമ്മൾ പഠിക്കാറുണ്ട്. അങ്ങനെ വിപ്ലവങ്ങൾ വന്നു. അങ്ങനെ രാഷ്ട്ര നേതാക്കളുടെയും ശാസ്ത്രജ്ഞരുടെയും കൂട്ടായ പരിശ്രമമാണ് ഭക്ഷ്യ സ്വയം പര്യാപ്തത നേടുവാൻ ഇന്ത്യയെ സഹായിച്ചത്. കാർഷിക മേഖലയുടെ പുരോഗതിയും ഭക്ഷ്യോൽപാദന രംഗത്തെ സ്വയം പര്യാപ്തതയും ലക്ഷ്യമാക്കിയിട്ടാണ് ഹരിത വിപ്ലവം ആരംഭിച്ചത്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ജലസേചന സൗകര്യങ്ങൾ, വെരി 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 മക്കളെ ഇതൊന്ന് സ്റ്റാർ ഇട്ട് വെക്കണോ. ഹരിത വിപ്ലവം കൊണ്ട് ലക്ഷ്യം വെച്ചത് എന്തൊക്കെയാണ്? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനം, ജലസേചന സൗകര്യം, രാസവളം, കീടനാശിനി, അത്യാധുനിക യന്ത്രങ്ങൾ എന്നിവ ഉപയോഗപ്പെടുത്തി ചുരുങ്ങിയ കാലം കൊണ്ട് കാർഷിക മേഖലയിൽ കൈവരിച്ച മാറ്റങ്ങളാണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. ഇപ്പൊ ഇതിന്റെ ഇടയിൽ കയറി വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ? ജൈവികമായിട്ട് ജൈവവളം എന്നുള്ളൊരു ഓപ്ഷൻ എപ്പോഴും വരാറുണ്ട് കേട്ടോ. ഇതിൽ ജൈവമായിട്ട് ഇല്ല കേട്ടോ, ഇവിടെ രാസവളമാണ് വരുന്നത്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളും ജലസേചന സൗകര്യങ്ങൾ, രാസവളം, കീടനാശിനി, അത്യാധുനിക യന്ത്രങ്ങൾ, ഇത് അതേപടി ഓപ്ഷനിൽ എക്സാമിന് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 60 മുതൽ 70 വരെയും 70 മുതൽ 80 വരെയും കേട്ടോ. 1960 to 70, 70 to 80 കേട്ടോ. 2 ഘട്ടങ്ങളിലായിട്ടാണ് ഹരിത വിപ്ലവം നടന്നത്. ഡോക്ടർ MS സ്വാമിനാഥൻ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നു കേട്ടോ. MS സ്വാമിനാഥൻ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നു. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്, ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? MS സ്വാമിനാഥൻ. എങ്കിൽ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ ആരാണ് പറയുക? ആരാ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്? ആരാണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ്? കിട്ടിയോ? നോർമൻ ബോർലോഗ് അല്ലേ. ആരാണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ്? ആരെ എന്ന് ചോദിച്ചാൽ നോർമൻ ബോർലോഗ് ആണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? MS സ്വാമിനാഥൻ. ഹരിത വിപ്ലവത്തെ തുടർന്ന് പാലിന്റെയും പാൽ ഉൽപ്പന്നങ്ങളുടെയും വർധനവ് ലക്ഷ്യമിട്ട് നടപ്പിലാക്കിയ ധവള വിപ്ലവവും, ധവള വിപ്ലവം ഏതാണ്? വൈറ്റ് റവല്യൂഷൻ. അപ്പൊ വൈറ്റ് റവല്യൂഷൻ, പാൽ എന്ന് പറയുന്നത് വെള്ള കളർ അല്ലേ. അപ്പൊ പാലിന്റെയും പാൽ ഉൽപ്പന്നങ്ങളുടെയും വർധനവ് ലക്ഷ്യമിട്ട് നടപ്പിലാക്കിയ ധവള വിപ്ലവവും മത്സ്യ ഉൽപാദന മേഖലയുടെ പുരോഗതി, മത്സ്യം നീല കളർ അല്ലേ, നീലയല്ലേ, നീല വെള്ളത്തിലെ വെള്ളം നമ്മൾ ആ നീല കളറിലെ കാണില്ലേ. അപ്പൊ നീല വിപ്ലവവും ഇന്ത്യയിൽ വിജയകരമായി നടപ്പിലാക്കി. ഇതിലൂടെ രാജ്യത്തെ നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ഉറപ്പാക്കാനും സാധിച്ചു. ഇനി ധവള വിപ്ലവം നോക്കൂ. ധവള വിപ്ലവം നമുക്ക് നോക്കാം. മലയാളിയാണ് ഡോക്ടർ വർഗീസ് കുര്യന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ പാൽ ഉൽപാദനത്തിൽ സമൂലമായ മാറ്റങ്ങൾക്ക് ധവള വിപ്ലവത്തിലൂടെ തുടക്കം കുറിച്ചു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഗുജറാത്തിലെ ആനന്ദ് എന്ന നഗരത്തിൽ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ് എന്ന പേരിൽ ഒരു ക്ഷീരോത്പാദക സംഘത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുകയും ഇത് പിന്നീട് അമൂൽ എന്ന പ്രശസ്തമായ ക്ഷീരോത്പാദന സംഘമായി മാറുകയും ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞു. ഇനി ശാസ്ത്ര സാങ്കേതിക വിദ്യയിലൂടെ നമുക്ക് നമ്മുടെ സിലബസിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? ശാസ്ത്ര സാങ്കേതിക വിദ്യയിലൂടെ എന്ന് പറഞ്ഞിട്ട് സിലബസിൽ എടുത്തു പറയുന്നുണ്ട് അല്ലെ. നമുക്കത് നോക്കാം. ശാസ്ത്രത്തെ പുരോഗമിക്കാൻ അനുവദിക്കുന്ന പക്ഷം അതിന്റെ പുരോഗതിക്ക് ദൃശ്യമായ സീമയൊന്നുമില്ല. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ, ആരുടെ? ജവഹർലാൽ നെഹ്റുവിന്റെ ഗ്രന്ഥത്തിലാണ്. ആരുടെയാണ് ഇന്ത്യയെ കണ്ടെത്തൽ? ജവഹർലാൽ നെഹ്റുവിന്റെയാണ്. പഠിച്ചോളണം കേട്ടോ. ഞാൻ ഈ സ്റ്റാർ ഇട്ട് വെക്കുന്നതും ഈ റിപ്പീറ്റേഷൻ പഠിക്കൂ എന്ന് പറയുന്നത് നാളെ നിങ്ങൾക്ക് അതൊരു വില കൊടുക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോ, കാരണം ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്.
അപ്പൊ നന്നായിട്ട് ശ്രദ്ധിക്കുക. ശാസ്ത്രത്തെ പുരോഗമിക്കാൻ അനുവദിക്കുന്ന പക്ഷം, നമ്മൾ ശാസ്ത്രത്തെ പുരോഗമിക്കാൻ അനുവദിക്കണം എന്നാണ് പറയുന്നത്. അതിന്റെ പുരോഗതിക്ക് ദൃശ്യമായ സീമയൊന്നുമില്ല. അത് ആരുടേതാണ്? ജവഹർലാൽ നെഹ്റുവിന്റേതാണ് കേട്ടോ. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നതിന്റെ അവിഭാജ്യ ഘടകമാണ് ശാസ്ത്ര വികസനം എന്ന് തിരിച്ചറിഞ്ഞ ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകളാണ് മുകളിൽ നിങ്ങൾ വായിച്ചത്. ഇന്ത്യയിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വികസനത്തിന് അദ്ദേഹം പ്രോത്സാഹനം നൽകി. ഇതോടൊപ്പം ശാസ്ത്രീയ മനോഭാവത്തിൽ അധിഷ്ഠിതമായ സമൂഹ സൃഷ്ടി തന്റെ ദൗത്യമായി അദ്ദേഹം കരുതി. ഇതിനായി ഹോമി ജെ ഭാഭ, മേഘ്നാഥ് സാഹ തുടങ്ങിയ ശാസ്ത്രോപദേഷ്ടാക്കളുടെ സേവനം അദ്ദേഹത്തിന് ലഭ്യമായിരുന്നു. അപ്പൊ ശാസ്ത്ര സാങ്കേതിക വികസിപ്പിക്കാൻ ജവഹർലാൽ നെഹ്റുവിന് പിന്തുണ കിട്ടിയത് ഏതൊക്കെ ശാസ്ത്ര ഉപദേഷ്ടാക്കളുടേതാണ്? ഹോമി ജെ ബാബയും മേഘ്നാഥ് സാഹയുടേതും ട്ടോ. ആരൊക്കെ? ഹോമി ജെ ബാബ, മേഘ്നാഥ് സാഹ. സ്വതന്ത്ര ഇന്ത്യയിൽ അറിവിന്റെ വിപ്ലവം സൃഷ്ടിക്കാൻ ഉതകുന്ന തരത്തിലുള്ള നിരവധി സ്ഥാപനങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ അടിത്തറയിട്ടു. അവയിൽ പ്രധാനപ്പെട്ടവ ചുവടെ ചേർക്കുന്നു. ഏതൊക്കെയാണ് അറിവിന്റെ വിപ്ലവം സൃഷ്ടിക്കാൻ വേണ്ടി വന്ന സ്ഥാപനങ്ങൾ? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി (IIT), നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി (NIV), ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ (ബാർക്ക്), ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് (എയിംസ്), ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ (DRDO), ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് (IIM). അപ്പൊ ഏതൊക്കെയാണ്? IIT, NIV, ബാർക്ക്, എയിംസ്, DRDO, IIM ആണ്. അങ്ങനെ അത് കഴിഞ്ഞു. ശാസ്ത്ര പുരോഗതി കഴിഞ്ഞു. നമ്മൾ ഭൂപരിഷ്കരണം പഠിച്ചു, ഭക്ഷ്യോൽപാദനം പഠിച്ചു, ശാസ്ത്ര സാങ്കേതിക വിദ്യ പഠിച്ചു. അടുത്ത് നമ്മൾ വിദ്യാഭ്യാസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ത്യയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് അടിത്തറ പാകിയത് ബ്രിട്ടീഷ് ഭരണകാലത്തായിരുന്നുവെന്ന് നമ്മൾ പഠിച്ചു അല്ലെ. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ കുറിച്ച് പഠിക്കുന്നതിന് ശുപാർശകൾ സമർപ്പിക്കുന്നതുമായി ഗവൺമെന്റ് പല ഘട്ടങ്ങളിലായി വിവിധ കമ്മീഷനുകളെ നിയമിച്ചു. അങ്ങനെ സ്വാതന്ത്ര്യ സമയങ്ങളിൽ നമ്മുടെ ഇന്ത്യയിൽ നിലവിൽ വന്ന വിദ്യാഭ്യാസ കമ്മീഷനുകൾ വെരി വെരി ഇമ്പോർട്ടന്റ്. ഫസ്റ്റ് വന്ന കമ്മീഷൻ ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. വർഷം എന്തിന് ഊന്നൽ നൽകി? പഠിച്ചോളണം. രാധാകൃഷ്ണൻ കമ്മീഷൻ 48. സ്വാതന്ത്ര്യം കിട്ടിയ പിറ്റത്തെ വർഷം 48. സർവകലാശാല വിദ്യാഭ്യാസം, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷന് പ്രാധാന്യം നൽകിയ കമ്മീഷൻ ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ 48. 48 കഴിഞ്ഞു. 49, 50, 4 വർഷം കഴിഞ്ഞു. ലക്ഷ്മണ സ്വാമി മുതലിയാർ കമ്മീഷൻ. സെക്കൻഡറി വിദ്യാഭ്യാസം, സ്വാമി സെക്കൻഡറി വിദ്യാഭ്യാസം 52. അടുത്തത് കോത്താരി കമ്മീഷൻ, വിദ്യാഭ്യാസത്തിന്റെ ദേശീയ ഘടന. 1964 വിദ്യാഭ്യാസത്തിന്റെ ഒരു സ്ട്രക്ചറിലെ കോത്താരി കമ്മീഷൻ ആണ്. അടുത്ത ദേശീയ വിദ്യാഭ്യാസ നയം 1986 പ്രാഥമിക വിദ്യാഭ്യാസവും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ട് ദേശീയ വിദ്യാഭ്യാസ നയം വരുന്നത്. അടുത്തത് ദേശീയ വിദ്യാഭ്യാസ നയം 2020 വന്നൂലേ, അറിയില്ലേ? 2020 ഈ വിദ്യാഭ്യാസ നയം ഒക്കെ പ്രകാരമാണ് ഇപ്പോ ഈ 4 വർഷ ഡിഗ്രി കൊണ്ടുവന്നിരിക്കുന്നത്. എത്രത്തോളം ഉദ്യോഗാർത്ഥികൾ കടന്ന് പെടാപ്പാടുപെടുകയാണ്. കഴിഞ്ഞ വർഷം 3 വർഷം പഠിച്ചു കഴിഞ്ഞവരൊക്കെ ലക്കാണ്. 4 വർഷത്തിൽ പെട്ടവരെല്ലാം ഇന്ന് ചുറ്റുതിരിയാണ്. കാരണം ഇറങ്ങിയ സിലബസ് പോലും ടീച്ചേഴ്സിന്, അതായത് ഹൈ ലെവൽ വിദ്യാഭ്യാസം നേടിയ ടീച്ചേഴ്സിന് പോലും ഇത് എന്താണ് പഠിപ്പിക്കുക എന്നുള്ള ഒരു ഐഡിയയും ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസവും കണ്ടോ. അപ്പൊ ഇതാണ് 2 ദേശീയ വിദ്യാഭ്യാസ നയങ്ങളുണ്ട്. 86 പിന്നീട് അതിനെ പൊളിച്ചെഴുതി 86 കൊണ്ടുവന്നത് പ്രാഥമിക വിദ്യാഭ്യാസവും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും. എന്നാൽ 2020 ദേശീയ വിദ്യാഭ്യാസ നയം പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാഭ്യാസം നമ്മൾ പഠിക്കാറില്ലേ? 5, 3, 3, 4 അങ്ങനെയല്ലേ പഠിക്കാറ്? പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസവും. അപ്പൊ 48 ആരാ?
രാധാകൃഷ്ണൻ കമ്മീഷൻ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം. 48 കഴിഞ്ഞ ഒരു 4 വർഷം കൂട്ടിക്കേ 52. അതില് സെക്കൻഡറി വിദ്യാഭ്യാസം ലക്ഷ്മണസ്വാമി മുതലിയാർ. അടുത്ത കോത്താരി കമ്മീഷൻ 1964. കോത്താരി കമ്മീഷൻ ദേശീയ വിദ്യാഭ്യാസത്തിന്റെ ഘടനയെ കുറിച്ച് പറഞ്ഞു. പിന്നെ 1986-ലും 2020-ലും ദേശീയ വിദ്യാഭ്യാസ നയമാണ് വന്നത്. 86-ലെ പ്രാഥമിക വിദ്യാഭ്യാസവും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം കൊടുത്തപ്പോൾ 2020-ലെ പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം കൊടുത്തു. ഇനി അത് കഴിഞ്ഞു ബാങ്കുകളുടെ ദേശസൽക്കരണം വരികയാണ്. നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്സ്. സ്വതന്ത്ര ഇന്ത്യയിലെ ബാങ്കുകൾ വൻകിട വ്യവസായികളുടെയും സമ്പന്നരായ വ്യക്തികളുടെയും ഉടമസ്ഥതയിലായിരുന്നു. ബാങ്കുകൾ സമ്പന്നർക്ക് മുൻഗണന നൽകിയതിനാൽ കർഷകർക്കും സാധാരണക്കാർക്കും വായ്പയും മറ്റും ബാങ്ക് സേവനങ്ങളും ലഭിക്കാതെ വന്നു. അങ്ങനെ ആയപ്പോഴാണ് ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് 1969 വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. 1ാം ഘട്ട ബാങ്ക് ദേശസൽക്കരണം നടന്നത് 1969 ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ ഗവൺമെന്റ് 14 മറക്കരുത് 14 പ്രധാന ബാങ്കുകളുടെ ഉടമസ്ഥത ഏറ്റെടുക്കുകയും ഇത് ബാങ്ക് ദേശസൽക്കരണം എന്നറിയപ്പെടുകയും പിൽക്കാലത്ത് 6 ബാങ്കുകൾ കൂടി സർക്കാർ ഏറ്റെടുത്തു. 1980 കാലഘട്ടത്തില് വീണ്ടും ഒരു 6 ബാങ്കുകൾ കൂടി എന്ത് ചെയ്തു ദേശസൽക്കരിക്കുകയാണ് ചെയ്തത് കേട്ടോ. സ്വാതന്ത്ര്യാനന്തരം ആസൂത്രണത്തിൽ അധിഷ്ഠിതമായ ഒരു സാമ്പത്തിക നയമാണ് ഇന്ത്യ പിന്തുടർന്നത്. പൊതുമേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് ഈ നയങ്ങൾ സഹായകമായി. എന്നാൽ 1990-കളിൽ രാജ്യത്തിന്റെ സാമ്പത്തിക നയത്തിൽ പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടായി. നമുക്കറിയാം 1990-92 കാലഘട്ടത്തിൽ പുത്തൻ സാമ്പത്തിക നയങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിക്കുകയാണ് അല്ലെ നരസിംഹറാവു ഗവൺമെന്റിന്റെ കാലത്ത്. തുടർന്ന് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നീ സാമ്പത്തിക നയങ്ങൾക്ക് മുൻതൂക്കം ലഭിച്ചു. ഇത് 3 പഠിക്കണേ. 90-ൽ കൊണ്ടുവന്ന സാമ്പത്തിക നയം ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും ആഗോളവൽക്കരണം എന്നീ സാമ്പത്തിക നയങ്ങൾക്ക് മുൻതൂക്കം ലഭിച്ചു. തൽഫലമായി പൊതുമേഖലയിലെ പല സംരംഭങ്ങളും സ്വകാര്യവൽക്കരിക്കപ്പെട്ടു. അപ്പൊ 1969-ലെ 14 ബാങ്ക് ദേശസൽക്കരണം. 1980 കാലഘട്ടത്തിലാണ് 6 ബാങ്കുകൾ കൂടി ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് ദേശസൽക്കരിക്കുന്നത്. ബഹിരാകാശ ഗവേഷണം നമുക്ക് അടുത്തത് നോക്കാം. ബഹിരാകാശ ഗവേഷണ രംഗത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. രാഷ്ട്ര വികസനത്തിന് ബഹിരാകാശ സാങ്കേതിക വിദ്യ ഉപയോഗിക്കണമെന്നുള്ള കാഴ്ചപ്പാടാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ അടിസ്ഥാനം. ഹോമി ജെ ബാബ, വിക്രം സാരാഭായ് എന്നിവർ ബഹിരാകാശ ഗവേഷണ രംഗത്ത് സ്തുത്യർഹമായ സേവനം നൽകിയ പ്രധാന ഇന്ത്യൻ ശാസ്ത്രജ്ഞരാണ്. ആരാണ്? ഒന്ന് ഹോമി ജെ ബാബയും വിക്രം സാരാഭായും. ബഹിരാകാശ പര്യവേക്ഷണം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന വിവിധ സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിച്ചു വരുന്നു. ഇത് പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് 1969 ബംഗളൂരു കേന്ദ്രമായി സ്ഥാപിതമായ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO. അപ്പൊ 1969-ലാണ് ബംഗളൂരു ആസ്ഥാനമായി സതീഷ് ധവാൻ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ അല്ലെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ ആസ്ഥാനമാക്കി ISRO നിലവിൽ വന്നത് 1969. അടുത്തത് ഹൈദരാബാദ് കേന്ദ്രമാക്കി. മക്കളെ ഞാൻ എങ്ങനെയാ പറയാ നിങ്ങളോട് ഇമ്പോർട്ടന്റ് എത്ര ഇമ്പോർട്ടന്റ് പറയില്ലേ. ഹൈദരാബാദ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന നാഷണൽ റിമോട്ടിംഗ് സെന്റർ. ഈ ക്വസ്റ്റ്യൻ അടുത്ത എക്സാമിന് വന്നതാണ് കേട്ടോ. NRSS കേട്ടോ. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ നിലവിൽ വന്നത് ഹൈദരാബാദ് ആസ്ഥാനമാക്കിയിട്ടാണ്. തിരുവനന്തപുരം ആസ്ഥാനമാക്കിയിട്ടാണ് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ തുടങ്ങിയവ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ വകുപ്പ് നിയന്ത്രിക്കുന്ന മറ്റു പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ്. ബഹിരാകാശ പര്യവേക്ഷണ ദൗത്യങ്ങളിൽ ഇന്ത്യയെ ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ച അഭിമാനകരമായ നേട്ടങ്ങളിൽ എന്തൊക്കെയാണ്? പഠിച്ചോളനെ. 1975 ഏപ്രിൽ 19 ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭക്ത വിക്ഷേപണ ദൗത്യം. അപ്പൊ നമ്മുടെ ഇന്ത്യയെ ബഹിരാകാശ വിക്ഷേപണ ദൗത്യത്തിൽ ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ച സംഭവങ്ങൾ ഒന്നാണ് 75 ഏപ്രിൽ മാസം 19 ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത്. പിന്നെ ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2, ചന്ദ്രയാൻ 3 എന്നീ ചന്ദ്ര പര്യവേക്ഷണ ദൗത്യങ്ങൾ. 2013 മംഗൾയാൻ ദൗത്യം. ആദ്യത്തെ ചൊവ്വ പര്യവേക്ഷണ ദൗത്യമാണ് മംഗൾയാൻ. പിന്നെ സൗര ഗവേഷണ ദൗത്യം. ഏതാണ് സൗര ഗവേഷണ ദൗത്യം? ആദിത്യ അല്ലെ. ബഹിരാകാശ കാലാവസ്ഥ പഠനം എന്നിവ ലക്ഷ്യമാക്കിയിട്ടുള്ള ആദിത്യ L1 വിക്ഷേപണം അവിടെ ഉണ്ട് അല്ലെ. സൗര ഗവേഷണ ദൗത്യം, ബഹിരാകാശ കാലാവസ്ഥ പഠനം എന്നിവ ലക്ഷ്യമാക്കിയിട്ടുള്ള ആദിത്യ L1 വിക്ഷേപണ ദൗത്യം. ഇവ കൂടാതെ മനുഷ്യരെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിനായിട്ടുള്ള ഗഗൻയാൻ ദൗത്യം വിജയകരമായി പൂർത്തീകരിക്കുന്നതിനുള്ള പരിശ്രമത്തിലാണ് ഇന്ത്യ ഇപ്പോൾ. ഇനി ദേശീയ ബഹിരാകാശ ദിനം നോക്കാം. ചന്ദ്രോപരിതലത്തിൽ ചന്ദ്രയാൻ 3 പര്യവേക്ഷണം വിജയകരമായി പൂർത്തീകരിച്ചതിന്റെ സ്മരണയ്ക്കായി ഇന്ത്യയിൽ എല്ലാ വർഷവും ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിച്ചു വരുന്നു. അപ്പൊ ദേശീയ ബഹിരാകാശ ദിനം
ഓഗസ്റ്റ് 23. എന്താ ഓഗസ്റ്റ് 23 തിരഞ്ഞെടുക്കാൻ കാരണം? അതായത് ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചപ്പോൾ അതിന്റെ ദക്ഷിണ ധ്രുവത്തിൽ ലാൻഡ് ചെയ്ത ദിവസമാണ് ഓഗസ്റ്റ് 23. അതുകൊണ്ട് ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിച്ചു വരാൻ തീരുമാനമെടുത്തു. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം ഒരു മിസൈൽ സാങ്കേതിക വിദഗ്ധനും ശാസ്ത്ര ഗവേഷകനുമായിരുന്നു. ഇനി നമ്മളെപ്പോഴും ഇന്ത്യൻ രാഷ്ട്രപതിമാരെ കുറിച്ച് നമ്മൾ എപ്പോഴും ചിന്തിക്കും അല്ലേ? ആ ചിന്തിക്കുമ്പോൾ സത്യം ഉണ്ടാ, ഇന്നിപ്പോ നമുക്ക് ഇപ്പോ നമ്മളുടെ ഇന്ത്യൻ രാഷ്ട്രപതി ഉണ്ട്, ഇപ്പൊ ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതി. പക്ഷെ എന്തോ അതിപ്പോ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് എന്താണെന്ന് അറിയില്ല കേട്ടോ. എന്റെ കാര്യമില്ലേ, രാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓർമ്മ വരിക APJ അബ്ദുൽ കലാമിനെ, അദ്ദേഹത്തെയാണ്. എന്താണെന്ന് അറിയില്ല, എന്തോ ഒരു അല്ലേ നമുക്കങ്ങോട്ട് ഇത്രയും ഒരു നല്ല മനുഷ്യൻ ലോകത്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അല്ലേ, ആയിരിക്കാം, ഉണ്ടാവുകയായിരിക്കാം. പക്ഷെ എന്തോ രാഷ്ട്രപതി എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു വ്യക്തിയാണ് APJ. നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് ഒരു രാഷ്ട്രപതി എന്ന് പറയുമ്പോൾ ആരാണെന്ന് താഴെ കമന്റ് ചെയ്യണം കേട്ടോ. പ്രതിരോധ ഗവേഷണ വികസന സംഘടന DRDO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO എന്നീ സ്ഥാപനങ്ങളിൽ അദ്ദേഹം ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. ISROയിലും DRDOയിലും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹം ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് കേട്ടോ. മിസൈൽ സാങ്കേതിക വിദ്യയിലുള്ള സംഭാവനകൾ കണക്കിലെടുത്ത് അദ്ദേഹത്തെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നു. അപ്പൊ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ APJ അബ്ദുൽ കലാം, മുൻ ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. ഇനി ബുദ്ധൻ ചിരിക്കുന്നു നോക്കിക്കേ. ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ ആണ്. ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ, ബാർക്ക് കേട്ടോ. ബാർക്കാണ് ഇന്ത്യയിൽ ആണവ പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. 1974 മെയ് 18 രാജസ്ഥാനിലെ 1974 മെയ് മാസം 18 രാജസ്ഥാനിലെ പൊക്രാനിലാണ് ഇന്ത്യ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയത്. ഈ പരീക്ഷണം ബുദ്ധൻ ചിരിക്കുന്നു എന്ന പേരിൽ അറിയപ്പെടുന്നു. ആ വർഷത്തെ ബുദ്ധ പൂർണിമ ദിനത്തിൽ പരീക്ഷണം നടത്തിയതിലാണ് ഇതിന് ഈ പേര് ലഭിച്ചത്. അപ്പൊ എങ്ങനെ ബുദ്ധൻ ചിരിക്കുന്നു എന്ന് ആദ്യത്തെ ആണവ പരീക്ഷണം രാജസ്ഥാനിലെ പൊക്രാനിൽ 1974 മെയ് 18 നടന്നു. 1974 മെയ് മാസം 18 ഇന്ത്യയിലെ ആദ്യത്തെ ആണവ പരീക്ഷണം രാജസ്ഥാനിലെ പൊക്രാനിൽ നടന്നു. ഈ പരീക്ഷണം ബുദ്ധൻ ചിരിക്കുന്നു എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്തുകൊണ്ടാണ് ബുദ്ധൻ ചിരിക്കുന്നു എന്ന് അറിയപ്പെടാൻ കാരണം? ആ വർഷത്തെ ബുദ്ധ പൂർണിമ ദിനത്തിൽ, അതായത് മെയ് 18 എന്ന് പറയുന്നത് അന്ന് ഒരു ബുദ്ധ പൂർണിമ ദിനമായിരുന്നു കൊണ്ടാണ് അതിന് ആ പേര് ലഭിച്ചത്. 1998 പൊക്രാനിൽ നടത്തിയ രണ്ടാമത്തെ ആണവ പരീക്ഷണമാണ് ഓപ്പറേഷൻ ശക്തി. അപ്പൊ 1974 ഒന്നാം ഘട്ടവും 1998 രണ്ടാമത്തെ ആണവ പരീക്ഷണവും പൊക്രാനിൽ വെച്ച് നടന്നു. രണ്ടാമത്തതിന്റെ പേര് ഓപ്പറേഷൻ ശക്തി, ഒന്നാമത്തത് ബുദ്ധൻ ചിരിക്കുന്നു. 1974 മെയ് മാസം 18 ബുദ്ധൻ ചിരിക്കുന്നു. രണ്ടാമത്തത് 1998 അത് ഓപ്പറേഷൻ ശക്തി. ഓക്കെ, ഇന്ത്യയിലെ അതൊക്കെ അത് കഴിഞ്ഞു കേട്ടോ. അപ്പോ ഈ ലെസൺ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി ഇതിന്റെ ബാലൻസ് വീണ്ടും വരുന്നുണ്ട്. അതോട് കൂടിയിട്ട് നമുക്ക് ആ ക്ലാസ് രണ്ടാമത്തെ ലെസൺ കഴിയും. എന്നിട്ട് നമുക്ക് അടുത്ത ലെസണിലേക്ക് വേഗം കിടക്കാം കേട്ടോ. നമുക്ക് സോഷ്യൽ സയൻസ് ഒക്കെ വേഗം തീർക്കാം കേട്ടോ. സോഷ്യൽ സയൻസ് തീർത്ത് കഴിഞ്ഞാൽ എന്താണെന്നറിയോ, നമുക്ക് ഇപ്പൊ 5ാം ക്ലാസ് ഒക്കെ ഞാൻ ഫുള്ള് എടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ. 5ാം ക്ലാസ് ഫുള്ള് എടുത്ത് തന്നിട്ടുണ്ട്. അതേപോലെ കേരള ഹിസ്റ്ററിയിൽ നിന്നുള്ള 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ കേരള ഹിസ്റ്ററി മാത്രമായിട്ട് ഞാൻ എടുത്തു തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോഴത്തെ ക്ലാസ്സുകൾ മാത്രം നോക്കാതെ ഇതിന് മുന്നുള്ള ക്ലാസ്സുകളൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക കേട്ടോ. പ്ലേലിസ്റ്റ് എടുത്തിട്ട് നോക്കിയാൽ മതി, അതിൽ കാണാനായിട്ട് സാധിക്കും. ഹിസ്റ്ററി ഒക്കെ മുഴുവൻ എടുത്തു തന്നിട്ടുണ്ട് ഞാൻ, കേരള ഹിസ്റ്ററി കേട്ടോ. അപ്പോ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള പുതിയ SSC ആയിട്ട് നമുക്ക് സോഷ്യൽ സയൻസ് തീർത്ത് കഴിഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾക്ക് കേരള ഹിസ്റ്ററിയിൽ നിന്നും ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നും എക്കണോമിക്സിൽ നിന്നും കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഒക്കെ എന്ത് ചെയ്യും, മാർക്ക് ഫുൾ അങ്ങോട്ട് അടിക്കാൻ പറ്റും കേട്ടോ. ഫുള്ള് മാർക്കും കിട്ടും, പ്രിലിംസിലാണെങ്കിലും മെയിൻസിലാണെങ്കിലും. അപ്പൊ നമുക്ക് വേഗം ഒരു ലെസൺ എടുത്തിട്ട് പോകാം. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. കമന്റ് ചെയ്യാം കേട്ടോ. വിമർശനങ്ങളൊക്കെ രേഖപ്പെടുത്താൻ കമന്റ് ചെയ്യുമ്പോൾ ആരും ചെയ്യില്ല എന്നറിയാം. ചുരുങ്ങിയ ഒരു വിരലെണ്ണാവുന്ന ഒരു ഉദ്യോഗാർത്ഥികൾ മാത്രമേ കമന്റ് ചെയ്യുന്നുള്ളൂ. ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. ഇത്രയും ഡെഡിക്കേറ്റ് ആയിട്ട് ക്ലാസ്സുകൾ തരുമ്പോൾ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഒക്കെ രേഖപ്പെടുത്തണ്ടേ. തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. താഴെ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യുക കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.